ഹലോ ഗേസ്, അസ്സലാമലൈക്കും. ഇന്ന് ഈ രണ്ട് കുരിപ്പാളായിട്ട് എങ്ങോട്ടാ പോണെന്നല്ലേ ഇച്ചനറിയില്ല. ഓള് പറയുന്നോടത്ത് കൂടെ ഒക്കെ ഒന്ന് പോകണം. നമ്മൾ അങ്ങാടിയൊക്കെ തന്നെ ഏറ്റവും വലിയ ഓഫ് റോഡ് കഴിഞ്ഞിട്ട് വേണം അങ്ങാടിയൊക്കെ തന്നെ എന്താ ചെയ്യുക. അങ്ങനെ ഓഫ് റോഡ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ചെക്കൻ്റെ സ്കൂൾ കാട്ടോ. ചെക്കൻ എന്താ വാദം പിടിച്ചാൽ നിൽക്കണമെന്നല്ലേ. ഓന്റെ ലീവ് ലെറ്ററിൽ നമുക്ക് പനിയാണേ. ഇത് എനിക്ക് കള്ളത്തരല്ലേ? എനിക്ക് എന്താണ് പനിയോ വയറുവേനെ? എന്താന്നറിയില്ല, കുട്ടികളൊക്കെ ഇട്ട് വട്ടം കണക്കൊന്നും മനസ്സിനൊക്കെ ഒരു സുഖം. ഓന് പനിയാണ് പനി. ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. നമ്മള് ചെക്കന്റെ ക്ലാസ് ഇറങ്ങിയപ്പോ നമ്മള് താത്തനെ കാണാല്ലോ കേട്ടോ. ഓളാണെങ്കിൽ ആ ചെക്കന്റെ പാത്രത്തിന് പിന്നാലെയും പോകണ്ടേ. ഓള് പറഞ്ഞിട്ട് കാര്യമില്ല, ഓള് ഗർഭിണിയാണേ. അല്ല, വെച്ച കോഴിന്റെ മണം. ഓള് ഇനി ചെക്കനായിട്ട് ഒറ്റ പാച്ചിലാണ് പാഞ്ഞിക്കണേ. ഞങ്ങൾ വിചാരിച്ച പോലെ ബാത്റൂം കാണുന്നത് ഇവിടെ കഞ്ഞിപരിയാണ് ഈ പാഞ്ഞേരണേ. ഓള് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അജ്ജാതി സാമ്പാന്റെ ഉപ്പന്റെ മണാണ് മൂക്ക് കടിച്ചണ്ട് കേറുന്നത്. പിന്നെ നമ്മള് പഠിച്ച സ്കൂളായതുകൊണ്ട് നമുക്ക് കയറി ചെല്ലാൻ മടിയില്ല. അതിന് സ്നേഹമല്ല മുതലൊക്കെ സ്കൂളിലുണ്ടെങ്കിൽ എങ്ങനെ നമ്മള് ചോറുന്നാതെ പോകും. നിങ്ങൾ തന്നെ ഒന്ന് പറയും. ചോറ് കൂട്ടാനും തരുമോ? 2 പ്ലേറ്റ് എടുത്തു വാ. ഞാനാണെങ്കിൽ ഓളോട് 10,000 പറഞ്ഞിട്ട് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കണമെന്ന്. ഓക്കാണെങ്കിൽ ആയിട്ട് അറിയാം. അങ്ങനെ നമ്മള് കുറച്ചേത്തിന് സ്റ്റാൻഡേർഡ് ഒക്കെ മാറ്റിച്ച് പ്ലേറ്റ് കൊടുത്ത് നേരെ അമ്മമ്മേന്റെ തന്നെ കുറെ ചോറും കൂട്ടാനും ഒക്കെ വാങ്ങി. പിന്നെ ഒക്കെപ്പാടെ കൂട്ടി വെച്ചാണ്ട് തിന്നപ്പണ്ടല്ലോ അതിന്റെടാ 6ാം ക്ലാസ്സിന് ഏക്ക് ജയിച്ച ഫീൽ ചെയ്തിട്ടോ. പിന്നെ നമ്മളെ ഗർഭിണി പെരിയിൽ കൂട്ടാനില്ലാത്ത സങ്കടം അങ്ങോട്ട് മാറ്റി. ചോറുന്നത് ഞങ്ങൾ പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോ തലങ്ങും വിലങ്ങും കുട്ടികൾ ധനാശ സ്കൂൾക്ക് ഞങ്ങൾ സ്കൂൾക്ക് ഞങ്ങൾ തന്നെയാണ് മറന്നുപോയി. പിന്നെ കുട്ടികളൊക്കെ നിന്ന് സെൽഫി ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ പോയി പെരിക്ക്. അപ്പൊ ഓക്കെ ബൈ.